ഹായ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ക്ലാസ് 6 NCERT ആയിരുന്നു. ഓക്കെ, ക്ലാസ് 6 NCERT ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ ഹിസ്റ്ററി, ക്ലാസ് 6 ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 1 to 6 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ക്ലാസ്സിൽ 1 to 3 ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 4 മുതൽ 6 വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇന്നലത്തെ സെഷനിലും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ഏരിയയിലും വരുന്ന പ്രിലിംസ് പ്ലസ് മെയിൻസ് ഏരിയയിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക് എംഫസൈസ് ചെയ്ത് പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ആ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് UPSC ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ രൂപത്തില് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിനോട്ട് ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് വിത്ത് പ്രൂഫ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്തും ഓരോ ഏരിയ എടുക്കുന്ന സമയത്തും നിങ്ങൾ നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതേ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കണം. എസ്പെഷ്യലി ലൈക്ക് അത്തരത്തിലുള്ള ഏരിയാസ് എംഫസൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസിന്റെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് ഈ പ്രിലിംസ് പെർസ്പെക്റ്റീവിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, മെയിൻസ് പെർസ്പെക്റ്റീവിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കിയിട്ട്, മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ട് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ അക്കോർഡിംഗ്ലി തന്നെ നോട്ട്സ് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 7 മുതലാണ്. സോ നമുക്കറിയാം, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ലൈക്ക് ഒരു റീക്യാപ്പ് പോലെ പറയുകയാണ്. ഫസ്റ്റ് ജനപദാസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മഹാജനപദാസ് എമർജ് ചെയ്തു എന്ന് പറഞ്ഞു. ജനപദാസിനെ പരസ്പരം ഓരോ ജനപദാസ് പരസ്പരം ആക്രമിച്ച് കീഴടക്കി കുറെ കൂടെ വലിയ പ്രദേശങ്ങളെ ആയിട്ട് മാറി. അതിനെയാണ് നമ്മൾ മഹാജനപദാസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു മഹാജനപതിയായിരുന്നു മഗധ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മഗധയെ കൂടാതെ വേറെയും 15ഓളം മഹാജനപദാസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി മഗധയുടെ ഒരു എമർജൻസോട് കൂടിയിട്ടാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള കിങ്ഡം അല്ലെങ്കിൽ രാജാവ്, ആ രാജാവിന്റെ രാജ്യം എന്നുള്ള രൂപത്തിലേക്ക് ഭരണ സംവിധാനം മാറ്റപ്പെടുന്നത്. അതുവരെ ഉണ്ടായിരുന്നത് ജനങ്ങൾ താമസിക്കുന്നുണ്ട്, അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ട്. എന്നാൽ കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രൂപത്തിലേക്ക് ഭരണം മാറുന്നത് ഇത്തരത്തിലുള്ള ഒരു കിങ്ഡം, അതായത് ഈ പറയുന്ന മഹാജനപദ സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെയൊക്കെ ഡിഫറെന്റ് രൂപത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു കിങ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കിങ്സിൽ നിന്നുകൊണ്ട് ഒരു എംപയർ എന്നുള്ള രൂപത്തിലേക്ക് വളരുന്നത് മഗധയാണ്. അപ്പൊ മഗധയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മൗര്യൻ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്നതോട് കൂടിയിട്ട് അടുത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മഹാജനപദാസിനെയും അതുപോലെ തന്നെ രാജാക്കന്മാരെയും രാജ്യങ്ങളും എല്ലാം കീഴടക്കിക്കൊണ്ട് മൗര്യ എംപയർ, ഓക്കെ, മൗര്യ എംപയർ അല്ലെങ്കിൽ മഗധ സാമ്രാജ്യം എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, മഗധ എന്ന് പറയുന്നത് പ്രദേശമാണ്. അവിടെ ഭരിച്ചിരുന്ന രാജവംശത്തിന്റെ പേരാണ് മൗര്യ എന്ന് പറയുന്നത്. മൗര്യ രാജവംശത്തിന് മുമ്പായിട്ട് നന്ദ ഡൈനസ്റ്റി ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, സോ കറന്റ് നമ്മൾ മൗര്യ ഡൈനസ്റ്റിയുടെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൗര്യ ഡൈനസ്റ്റി എന്ന് പറയുന്നത് കേവലം ഒരു കിങ്ഡം അല്ലെങ്കിൽ ഒരു രാജ്യം എന്നതിൽ നിന്ന് ഒരു എംപയർ, ഒരുപാട് രാജ്യങ്ങളെ കീഴടക്കിയിട്ട് ഒരുപാട് പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കുകയുണ്ടായി. നമ്മൾ ഇന്ത്യയുടെ ഒരു ജസ്റ്റ് മാപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ജസ്റ്റ് ഇന്ത്യയുടെ മാപ്പ് ഇവിടെ വരയ്ക്കുന്നുണ്ട്. സോ മഗധ സ്റ്റാർട്ട് ചെയ്യുന്നത് ബീഹാർ റീജിയനിൽ നിന്ന്, ഇവിടെ നിന്നാണ് മഗധ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് ഓരോ രാജാവിന്റെ കാലഘട്ടം കഴിയുന്നതോട് കൂടിയിട്ട്, ഇപ്പം അശോക രാജാവിന്റെ കാലഘട്ടമൊക്കെ ആവുന്നതോട് കൂടിയിട്ട് ഒരുപാട് പ്രദേശം മഗധയുടെ അണ്ടറിലേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു വലിയ പ്രദേശത്തിനെ അശോക ചക്രവർത്തിയുടെ കാലഘട്ടമായതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിലേക്ക്, നേരിട്ടുള്ള ഭരണത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ നേരിട്ടുള്ള ഭരണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എന്നാൽ നേരിട്ടുള്ള ഭരണം അല്ലാതെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് അശോക ചക്രവർത്തിയുടെ ഈ ഒരു എക്സ്പെഡീഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് കേരളം വരെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന പില്ലേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ കേരള പൗത്ര എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, കേരളപുത്ര അല്ലെങ്കിൽ കേരള പൗത്ര എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത്തരത്തില് അദ്ദേഹത്തിന്റെ എക്സ്പെഡീഷൻസ് അല്ലെങ്കിൽ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലേക്കും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഇത്രത്തോളം വിസ്തൃതമായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യയിലെ എസ്പെഷ്യലി ഈസ്റ്റേൺ ഇന്ത്യയുടെ ഭൂരിപക്ഷം ഭാഗങ്ങൾ മുതൽ നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യ വരെ വളരെ വിസ്തൃതമായിട്ട് വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത്.
എന്നാൽ ഇവിടെ ഒരു ചെറിയ പ്രദേശം വിട്ടു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒഡീസയിലെ കലിംഗ. ഓക്കെ, കലിംഗ. ഇത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഈ കലിംഗ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്രമണത്തിലാണ് പിന്നീട് മനം നൊന്ത് അശോക ചക്രവർത്തി ബുദ്ധിസത്തിലേക്കൊക്കെ കൺവേർട്ട് ആവുന്നത്. ഓക്കെ, സോ ഈ ഹിസ്റ്ററി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി അഥവാ കേട്ടിട്ടില്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു എമർജൻസ് എന്ന് വരുന്നതാണ്. അശോക ചക്രവർത്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യവുമായിട്ട് അതുമായിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഭരണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള അധികാരത്തിന്റെ ഒക്കെ ചിഹ്നമായിട്ട് കാണുന്ന ഈ പുറം തിരിഞ്ഞു നിൽക്കുന്ന 3 സിംഹങ്ങൾ. സത്യത്തിൽ 4ാമത്തെ സിംഹമുണ്ട്, അത് ഇതിന് പുറകിലായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് 3 സിംഹം എന്ന് പറഞ്ഞത്. നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു 3 സിംഹങ്ങൾ. അപ്പം ഇങ്ങനെ കാണുന്ന ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലയൺ ക്യാപിറ്റലിൽ നിന്ന് എടുത്തതാണ്. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. അധികാരത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. അതുകൂടാതെ ഇതിൽ കിടക്കുന്ന ഈ ഒരു അശോക ചക്രമാണ് നമ്മുടെ രാഷ്ട്രീയ പതാകയിൽ, അതായത് നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതും കൂടെ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെക്കുക. ഇതിന്റെ താഴെയായിട്ട് കാണുന്ന ഒരു ഇൻവേർട്ടഡ് ലോട്ടസും നിങ്ങൾക്ക് കാണാം, ഒരു തല തിരിഞ്ഞു നിൽക്കുന്ന താമര. ഓക്കെ, ഇത് തിരിച്ചു വെച്ചാൽ ഒരു താമരയുടെ ഷേപ്പ് പോലെ നിങ്ങൾക്ക് തോന്നും. സോ ഇതിനെ നമ്മളൊരു ഇൻവേർട്ടഡ് ലോട്ടസ് എന്ന് പറയും. ഇൻവേർട്ടഡ് ലോട്ടസ്, അത് നിങ്ങൾക്ക് കാണാം. അപ്പം ഈ ഒരു ഇമേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ലയൺ ക്യാപിറ്റൽ, അതിന്റെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൗര്യ സാമ്രാജ്യത്തിന്റെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, നൗ കമ്മിങ് ടു ദ പോയിന്റ്. ഇനി ഈ ഒരു ഏരിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അശോക ചക്രവർത്തിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഒരുപാട് സ്റ്റോൺ പില്ലേഴ്സ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു മാസീവ് സ്റ്റോൺ പില്ലർ ആണ് സാരാനാഥിലെ ലയൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ലയൺ പില്ലർ എന്ന് പറയുന്നത്. അപ്പം അത് ഇതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഈ പില്ലേഴ്സ് എന്തിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചു, അല്ലെങ്കിൽ ഈ പില്ലറുകളിൽ എന്തായിരുന്നു അദ്ദേഹം ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? അപ്പൊ അത് ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇത് സ്ഥാപിച്ചു, ആ ഒരു പെർസ്പെക്റ്റീവില്, അതായത് ഡയറക്റ്റ് ആയിട്ട് ആ പില്ലറിൽ എന്തുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമല്ല. ബട്ട് ഇത്തരത്തിലുള്ള പില്ലറുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തതിലൂടെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് മെയിൻസ് എക്സാമിനേഷനിൽ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ പില്ലർ ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചിട്ട് പ്രിലിംസ് എക്സാമിനേഷനിൽ ഒരുപാട് തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പില്ലർ ഇൻസ്ക്രിപ്ഷന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്താണ് എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ചില പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്ന കണ്ടന്റ്സ് അതേപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു എക്സ്റ്റൻഷനെ കുറിച്ചിട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ വന്നിട്ടുള്ള ലാംഗ്വേജസ് എന്താണ് എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് അരാമിക് ലാംഗ്വേജ് വന്നിട്ടുണ്ട്, സംസ്കൃത് വന്നിട്ടുണ്ട്, പ്രാകൃത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുദ്ധിസം ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാകൃത് എന്ന് പറയുന്ന ലാംഗ്വേജ് ബുദ്ധിസം, ജൈനിസം, അശോക ചക്രവർത്തി ഇവരെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു ലാംഗ്വേജ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, നൗ കണ്ടിന്യൂയിങ് വിത്ത് ദ ഡിസ്കഷൻ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം അശോക ചക്രവർത്തി, രണ്ടാമത്തത് ഈ പറയുന്ന പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അശോക ചക്രവർത്തിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന് മുമ്പുണ്ടായിരുന്ന റൂളേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അതിൽ ആദ്യം വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. നന്ദ ഡൈനസ്റ്റി കഴിഞ്ഞിട്ട് മൗര്യ സാമ്രാജ്യത്തിനെ സ്ഥാപിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. അതിനു വേണ്ടിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാണക്യനാണ്. ഓക്കെ, ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യ. ഈ കൗടില്യന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചിട്ട് അതല്ലെങ്കിൽ ഭരണതന്ത്രത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ പേരും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അതാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ഓക്കെ, അർത്ഥശാസ്ത്ര അല്ലെങ്കിൽ അർത്ഥശാസ്ത്ര എന്നറിയപ്പെടുന്ന പുസ്തകം അത് രചിച്ചിരിക്കുന്നത് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യനാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഐഡിയാസ് അല്ലെങ്കിൽ ചാണക്യന്റെ തന്ത്രങ്ങളാണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനെ കുറിച്ചും കൂടെ ഓർത്ത് വെക്കുക, അർത്ഥശാസ്ത്രയെ കുറിച്ചിട്ട്. ഓക്കെ, സോ അർത്ഥശാസ്ത്രയിൽ നിന്നുള്ള ഇൻഫർമേഷൻ അതേപോലെ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് അർത്ഥശാസ്ത്രയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഡൈനസ്റ്റിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ആളുകളുടെ പേരുകൾ ഒന്ന് ഓർത്തു വെക്കണം. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ വരുന്നുണ്ട്.
ദെൻ ബിന്ദുസാര വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അശോക വരുന്നുണ്ട്. ഓക്കെ, സോ ഈ പറയുന്ന മൗര്യ ഡൈനസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3 ഡൈനാസ്റ്റികളെ കുറിച്ച് പഠിച്ചു വെക്കണം. ഇവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ഇനി ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന് ഇവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസികൾ എന്തൊക്കെയായിരുന്നു. ഓക്കെ, അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചർ, ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മേജർ ആയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചർ ഡെവലപ്മെന്റ് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എക്കണോമി അതെങ്ങനെയായിരുന്നു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എക്കണോമി ആയിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ട്രേഡ്. ഓക്കെ, സോ മൗര്യൻ കാലഘട്ടത്തിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രേഡ് ഉണ്ടായിരുന്നു. ഉത്തരപഥ, ദക്ഷിണപഥ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ട്രേഡ് റൂട്ടുകൾ ഉണ്ടായിരുന്നു. ഈവൻ സിൽക്ക് റൂട്ട് ഒക്കെ ആ സമയത്ത് എസ്റ്റാബ്ലിഷ് ആയി വരുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ ആ ഒരു ട്രേഡ് റൂട്ടിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ദെൻ അതേപോലെ തന്നെ മൗര്യൻ കാലഘട്ടത്തിലുള്ള സൊസൈറ്റി, ഈ സൊസൈറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ മൗര്യൻ കാലഘട്ടത്തിലുള്ള റിലീജിയനെ കുറിച്ചിട്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ദെൻ അടുത്തത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ഒരു കാലഘട്ടം ആയതോട് കൂടിയിട്ട് ഒരു പ്രോപ്പർ എംപയർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഒക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള ചോദ്യവും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതെല്ലാം പോട്ടെ, ഇതിനെല്ലാത്തിനും പുറമെ ആയിക്കൊണ്ട് ഡിഫറെന്റ് ഫിലോസഫീസ് ഈ കാലഘട്ടത്തിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അഡ്മിനിസ്ട്രേഷന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് പോളിസീസ്. അതായത് ഓരോ രാജാക്കന്മാരും ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസികൾ എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക്ക് മാരേജ് അലയൻസ്. ഓക്കെ, അതായത് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് രാജ്യത്തിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള രാജാക്കന്മാരുണ്ട്. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യ, ഓക്കെ, ഇവരൊക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള രാജാക്കന്മാരാണ്. അപ്പൊ അത്തരത്തിലുള്ള മാരേജ് അലയൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇനി ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ജസ്റ്റ് ഈ പറയുന്ന 3 ഡൈനാസ്റ്റികൾ അല്ലെങ്കിൽ രാജാക്കന്മാര് മൗര്യൻ ഡൈനസ്റ്റിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ബേസിക് ഇൻഫർമേഷൻ മാത്രം ഇപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതേ കാലഘട്ടത്തിൽ മൗര്യൻ ഡൈനസ്റ്റിയിൽ ഉണ്ടായിരുന്ന മേജർ ആയിട്ടുള്ള ക്യാപിറ്റൽസ് അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. പാടലിപുത്ര, തക്ഷില, ഉജ്ജയിൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും തക്ഷില എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഉത്തരപഥ ആൻഡ് ദക്ഷിണപഥ ഈ ട്രേഡ് റൂട്ടുകളൊക്കെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് തക്ഷില എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഈ തക്ഷശിലയിനെയും നളന്ദയെയും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നളന്ദ എന്ന് പറയുന്നത് മോഡേൺ പെർസ്പെക്റ്റീവിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ എന്തുകൊണ്ടും തക്ഷശില ആ രൂപത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ള UPSCയുടെ പ്രീവിയസ് ഇയർ മെയിൻസ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തക്ഷശിലയുടെ ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. ഉജ്ജയിൻ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മേജർ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലൊക്കേഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മേജർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഉജ്ജയിന്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കുക. ലൈക്ക് ദക്ഷിണപഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് നിന്ന് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നിന്ന് നോർത്തിലേക്ക് പോകുന്നത്. അതുപോലെ ഈ ഒരു ഈസ്റ്റേൺ റീജിയനിൽ നിന്ന് ഇങ്ങനെ വെസ്റ്റേൺ റീജിയനിൽ നിന്ന് ഈസ്റ്റേൺ റീജിയനിലേക്ക് പോകുന്ന ഈ 2 ട്രേഡ് റൂട്ടും ഏകദേശം മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഉജ്ജയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ തക്ഷശില എന്ന് പറയുന്നതും ഒരു മേജർ ട്രേഡ് റൂട്ടിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് തക്ഷശില എന്ന് പറയുന്നത്. ഈ തക്ഷശിലയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പുറത്ത് നിന്ന് വരുന്ന എസ്പെഷ്യലി ലൈക്ക് ഇൻഡോ ഗ്രീക്ക്, റോമൻസ്, ഇവരൊക്കെ ലാൻഡ് വൈ ട്രേഡ് നടത്തുന്ന സമയത്ത് അവർ കടന്നു വരുന്നത് ഈ ഒരു ഏരിയയിലൂടെയാണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ മെർച്ചന്റ് ട്രേഡ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ തക്ഷശിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിരുന്നത് മർച്ചന്റ്സിന്റെ അടുത്ത് നിന്നാണ്. ഓക്കെ, മെർച്ചന്റ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആയിരുന്നു തക്ഷശിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിരുന്നത്. ഡെഫിനറ്റ്ലി രാജാക്കന്മാരും ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോന്നിന്റെയും ലൊക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ ഒന്ന് അതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കണം. ഇതിന് അടുത്തത് പാടലിപുത്ര. പാടലിപുത്ര എന്ന് പറയുന്നതായിരുന്നു ആസ് സച്ച് മൗര്യൻ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, ലൈക്ക് ഓൾറെഡി പഠിച്ചതാണ്. മൗര്യൻ സാമ്രാജ്യം വരുന്നത് ബീഹാറിലെ ഈ ഒരു പ്രദേശത്താണ് പറഞ്ഞു. അപ്പൊ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാടലിപുത്രയാണ്. പിന്നീട് അവർ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഉജ്ജയിനും തക്ഷയിലും ഒക്കെ അവരുടെ ഡിഫറെന്റ് ക്യാപിറ്റൽസ് ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പ്രദേശമാണ് സാഞ്ചി. കാരണം ഇവിടെ ഒരു സാഞ്ചി സ്തൂപ വരുന്നുണ്ട്, ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ അടുത്തതാണ് ലുംബിനി. ഓക്കെ, ലുംബിനി ബുദ്ധിസത്തിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ലൈക്ക് ലുംബിനി എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ അതിന്റെ കൂടെ തന്നെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് മസ്കി. ഈ മസ്കിയെ കുറിച്ചിട്ടുള്ള ചോദ്യം ഓൾറെഡി വന്നിട്ടുണ്ട്. കാരണം ഈ മസ്കി എന്ന് പറയുന്ന പ്രദേശത്തുള്ള അശോകൻ ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും സതി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, അതായത് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഈ ഹസ്ബൻഡിന്റെ ചിതയിൽ ചാടി മരിക്കണം എന്ന്
പറയുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസ് ആയിരുന്നു സതി എന്ന് പറയുന്നത്. അപ്പൊ ആ സതിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരു പ്ലേറ്റ്, ഒരു ഇൻസ്ക്രിപ്ഷൻ നമുക്ക് ഈ പറയുന്ന മസ്കി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മസ്കി പ്ലേറ്റ് അല്ലെങ്കിൽ മസ്കി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ സോബ്ര ഇൻസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗിർണർ എന്ന് പറയുന്ന പ്രദേശം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അങ്ങോട്ടേക്ക് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഒരുപാട് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു പേരാണ്. ഓക്കെ, സോ അതും കൂടെ അതിന്റെ കൂടെ തന്നെ ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഓർത്ത് വെക്കേണ്ട മേജർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ, ഷഹബാസ് ഗർഹി എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ, അതും അതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ ലൈക്ക് മീററ്റ്. ഓക്കെ, മീററ്റ് എന്ന് പറയുന്നത് ഈവൻ മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്തും മീററ്റ് കലാപമൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിക്കും. അപ്പം ഈ മീററ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ കൗസംബി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും പ്രദേശങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ട ഏരിയാസ് ആണെന്നുള്ളത് ഒന്ന് നോക്കുക. ഓക്കെ, സോ ഇത്രയും ഏരിയയിൽ നിന്ന് നമുക്ക് ഡെഫിനറ്റ്ലി ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് സാരാനാഥ്. സാരാനാഥ് ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു. സോ സാരാനാഥിന്റെ പ്രത്യേകത എന്തായിരുന്നു? വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സാരാനാഥ്? സാരാനാഥിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? സ്റ്റോൺ പില്ലർ. ഓക്കെ, സുമയ്യ പറയുന്ന സ്റ്റോൺ പില്ലർ. അനക ഇന്നലത്തെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. സാരാനാഥിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരുന്നു? സാരനാഥില് സ്തൂപം ഉള്ളതാണോ? ഓക്കെ, സാരനാഥിൽ ഡെഫിനറ്റ്ലി സ്തൂപ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതിനേക്കാളും കൂടുതൽ സാരനാഥ് നമ്മൾ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഞാൻ ലൈക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരനാഥ് ഡെഫിനറ്റ്ലി നിങ്ങൾ ഓർത്ത് വെക്കണം. ബുദ്ധയുടെ ഫസ്റ്റ് സെറമൺ അല്ലെങ്കിൽ ബുദ്ധ ആദ്യമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് സാരനാഥിൽ വെച്ചിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരനാഥ് പില്ലർ ഉണ്ട്, അത് നമ്മളിപ്പോ ഓൾറെഡി കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തത്. അതല്ലാതെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബുദ്ധയുടെ ഫസ്റ്റ് സെറമൺ. ഓക്കെ, ഫസ്റ്റ് സെറമൺ ഓഫ് ബുദ്ധ, അതല്ലെങ്കിൽ ബുദ്ധയുടെ ഫസ്റ്റ് പബ്ലിക് ടോക്കിംഗ് എന്ന് നമുക്ക് പറയാം. ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫസ്റ്റ് ടൈം ബുദ്ധ സംസാരിക്കുന്നത് സാരനാഥ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ. ദെൻ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലഹബാദിന്റെ ലൊക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, സോ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 3 ഡൈനാസ്റ്റികളുടെ പേര് നിങ്ങൾ പഠിക്കും. ഓക്കെ, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 3 ഡൈനാസ്റ്റിയുടെ പേരുകൾ നിങ്ങൾ പഠിക്കും. തൽക്കാലം ഇത് മാത്രം ഇവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഡൈനാസ്റ്റികൾ അല്ലെങ്കിൽ രാജാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഈ ലൊക്കേഷൻസ് നിങ്ങൾ ഈ പോസിബിൾ ഒന്ന് വരച്ച് അങ്ങനെ തന്നെ പഠിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കലിംഗ. ഈ ഒരു പ്രദേശമായിരുന്നു ആസച്ച് അശോകയ്ക്ക് കീഴടക്കാൻ പറ്റാതിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ യുദ്ധത്തിൽ കലിംഗയെയും അദ്ദേഹം ഒരു പരിധിവരെ പരാജയപ്പെടുത്തുകയും തന്റെ അധീനതയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് മനംമാറ്റം സംഭവിക്കുകയും കലിംഗയെ അദ്ദേഹം വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ ഈ രാമപൂർവ്വം എന്ന് പറയുന്ന പ്രദേശം കൂടെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഏരിയയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്റ്റോറിക്കലി നിങ്ങൾ ലൊക്കേഷൻ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. അത് അതുപോലെ തന്നെ നിങ്ങളൊരു മാപ്പ് വരച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് തന്നെ പഠിക്കണം. അവിടുന്ന് ഒക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ മസ്കി ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ മസ്കി ഇൻസ്ക്രിപ്ഷൻ UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, പ്രിലിംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തത് ലൈക്ക് ആ കാലഘട്ടത്തിലുള്ള സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് ഇനി ജസ്റ്റ് നിങ്ങൾ പഠിക്കുന്നത്. ആ കാലത്ത് ലൈക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്, ക്ലോത്ത്, ഇതൊക്കെ ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അടുത്തത് റൂളിംഗ് ദി എംപയർ. ആ ഒരു എംപയറിന്റെ റൂളിംഗ് അല്ലെങ്കിൽ ലൈക്ക് ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇപ്പൊ സൊസൈറ്റിയെ കുറിച്ചിട്ടും അവിടുത്തെ ഭരണം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ പോളിസി, ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററിയിലെ ഓരോ രാജാക്കന്മാരുടെയും ഓരോ ഭരണാധികാരികളുടെയും അതുപോലെ ഓരോ ഡൈനാസ്റ്റികളുടെയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പൊതുവായിട്ടുള്ളതും പഠിക്കേണ്ടി വരും. അതുപോലെ ഓരോ രാജാക്കന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ അതും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആ കാലഘട്ടത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സ് ഉണ്ടായിരുന്നു. ടാക്സ് കളക്ട് ചെയ്യുന്നതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടാക്സ് ഉണ്ടായിരുന്നു. ഈ ടാക്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു ടാക്സ് ആയിരുന്നു എന്ത്, വാദഭൂത എന്ന് പറയുന്നത്. ഓക്കെ, വാദഭൂത എന്ന് പറയുന്ന ടാക്സ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, ഇതിനടുത്തത് ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന്
റീഡ് ചെയ്ത് നോക്കുക. ഒരു ഹെറിഡിറ്ററി സിസ്റ്റം ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹെറിഡിറ്ററി സിസ്റ്റം ആയിരുന്നു. അതായത് രാജാവ് ഉണ്ടായിരിക്കും, രാജാവിന്റെ മകൻ അടുത്ത രാജാവാകും. ഈ രൂപത്തിലുള്ള ഒരു ഹെറിഡിറ്ററി സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ പാടലിപുത്ര കൂടാതെ രണ്ട് പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നു. അതായിരുന്നു തക്ഷശില ആൻഡ് ഉജ്ജയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മേജർ ആയിട്ടുള്ള കൺട്രോൾ അല്ലെങ്കിൽ മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പാടലിപുത്ര ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള മേജർ ആയിട്ടുള്ള റീജിയൻസ് അതും കൂടെ ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, വായിക്കുക. പിന്നെ അതേപോലെ തന്നെ അന്നത്തെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു പുസ്തകമാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചാൽ മതി. അടുത്തതാണ് ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലഘട്ടത്തിൽ. ഓക്കെ, നമുക്കറിയാം ആദ്യത്തെ മൗര്യ ഡൈനസ്റ്റി അല്ലെങ്കിൽ ആദ്യത്തെ മൗര്യൻ രാജാവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയാണ് ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സെല്യൂക്കസ് നിഗേറ്റർ എന്ന് പറയുന്ന ഗ്രീക്ക് റൂളർ ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരികയും ഒടുവിൽ ചന്ദ്രഗുപ്ത മൗര്യനും സെല്യൂക്കസ് നിഗേറ്ററും തമ്മിൽ ഒരു മാരേജ് അലയൻസ്, ഒരു വൈവാഹിക ബന്ധം ഒക്കെ വരുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു മാരേജ് അലയൻസ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് മെഗസ്തനീസ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമാറ്റിനെ, ഒരു ലൈക്ക് നമുക്ക് പറയാം എന്ത് പറയാം, ഒരു വ്യക്തിയെ, ഒരു ഡിപ്ലോമാറ്റിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യന് വിട്ടുകൊടുക്കുകയും ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിൽ മെഗസ്തനീസ് താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെഗസ്തനീസ് അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മെഗസ്തനീസിന്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ കൃത്യമായിട്ട് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതും നമുക്ക് മൗര്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൗര്യൻ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്തൊക്കെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിഫറെന്റ് എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് ദി അശോക വരുന്നുണ്ട്. ഓക്കെ, സ്റ്റോൺ പില്ലേഴ്സ് വരുന്നുണ്ട്, മേജർ ആൻഡ് മൈനർ പില്ലേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ അതൊരു മേജർ സോഴ്സ് ആണ്. ദെൻ മെഗസ്തനീസ് ഇന്ത്യക്ക വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ കൗടില്യാസ് അർത്ഥശാസ്ത്ര വരുന്നുണ്ട്. ഇത് കൂടാതെ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മൗര്യൻ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള കോയിൻസ്, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള കോയിൻസ്, അത്തരം കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം പോട്ടെ, ഇതെല്ലാം കൂടാതെ പിന്നീട് ബുദ്ധിസ്റ്റ് ആൻഡ് ജൈനിസ്റ്റ് ടെക്സ്റ്റുകൾ അതും ഇത്തരത്തിലെ ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അഭിധാമ പിതകയിൽ നിന്നാണ് നമുക്ക് 16 മഹാജനപദാസ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ അതുപോലെ മറ്റ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ നിന്നും ഇതേ രൂപത്തില് മൗര്യൻ ഡൈനസ്റ്റിയിലെ ഓരോ രാജാക്കന്മാരെ കുറിച്ചും അവരുടെ പോളിസികളെ കുറിച്ചിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ്. അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ദെൻ അശോകനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇനി നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ അശോക ആൻഡ് ഹിസ് റൂൾ ആസ് വെൽ ആസ് ലൈക്ക് ഹിസ് പോളിസി. അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് വേർ ഇൻ പ്രാകൃത്. ഇത് നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഇറ്റ് വാസ് റിട്ടൺ ഇൻ ദ ബ്രഹ്മി സ്ക്രിപ്റ്റ്. കണ്ടോ, ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഓക്കെ, അതായത് പ്രാകൃത് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്, ബ്രഹ്മി എന്ന് പറയുന്നതാണ് സ്ക്രിപ്റ്റ്. ഇനി ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാം, KASന്റെ ഓക്കെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കുക. പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ചോദ്യം കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, KASന്റെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ചോദ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഐ വിൽ ഷോ യു. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം.
സോ ഈ ചോദ്യം നോക്കുക. വിച്ച് സ്ക്രിപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ ബൈ അശോക? ഓക്കെ, സോ ഇത് വളരെ കൺഫ്യൂസിംഗ് ആയിരുന്നു ആ സമയത്ത്. കാരണം NCERT വായിക്കാതെ പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് വളരെ കൺഫ്യൂസിംഗ് ആയിരുന്നു. കാരണം ഈ പറയുന്ന എല്ലാ ലാംഗ്വേജസും വൺ ഓർ ദി അതർ വേ അശോകയുടെ ഇൻസ്ക്രിപ്ഷനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, കാരണം അശോകയുടെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ ജനറൽ ആയിട്ടാണ് പഠിക്കുന്നത്, സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നില്ല. പ്രാകൃത് ഉണ്ട്, പാലി ലാംഗ്വേജ് ഉണ്ട്, ബ്രഹ്മി ഉണ്ട്, കരോഷ്ടി സ്ക്രിപ്റ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചുപോയി. പക്ഷേ അവിടെ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് വിച്ച് സ്ക്രിപ്റ്റ് എന്നാണ്, ലാംഗ്വേജ് ഏതാന്നല്ല, വിച്ച് ലാംഗ്വേജ് എന്നല്ല ചോദിച്ചത്. അതുകൊണ്ട് തന്നെ പാലിയാണോ പ്രാകൃതാണോ ബ്രഹ്മിയാണോ കരോഷ്ടിയാണോ എന്നുള്ളത് ആൾക്കാർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, പക്ഷേ NCERT വായിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ബ്രഹ്മി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആണ്, പ്രാകൃത് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. NCERT വായിച്ച ഒരാളെ സംബന്ധിച്ചിട്ട് കൺഫ്യൂഷൻ അവിടെ സ്കോപ്പ് ഇല്ല. വിച്ച് സ്ക്രിപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ്, ആൻസർ പ്രാകൃത് അല്ല ബ്രഹ്മിയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ മോസ്റ്റ് ഓഫ് ദ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെയും ക്ലിയർ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദി NCERT. ഓക്കെ, NCERT തന്നെ നിങ്ങൾ വായിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ അത് എടുത്തുകൊണ്ട് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇപ്പൊ KS എക്സാം ആയിക്കോട്ടെ, UPSC എക്സാം ആയിക്കോട്ടെ, അവിടെ ഒക്കെ അവർ ക്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, സോ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, NCERT പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിനടുത്തത് കലിംഗ വാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ കലിംഗ വാറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രോപ്പർ ആയിട്ട് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഗേവ് അപ്പ് ദ കോൺക്വസ്റ്റ് ആഫ്റ്റർ വിന്നിങ് ദ വാർ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലിംഗ വാർ അദ്ദേഹം വിജയിച്ചു, പക്ഷെ ആ യുദ്ധം പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. കാരണം ആ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള ഭീകരത അദ്ദേഹം നേരിട്ട് കണ്ടതോട് കൂടിയിട്ട് അദ്ദേഹം അതിൽ നിന്ന് എന്ത് ചെയ്തു, പിൻവാങ്ങി. അപ്പൊ ഇത് നിങ്ങൾക്ക് എത്തിക്സ് എക്സാമിനേഷനിലെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദിസ് ഇസ് ആൾസോ എ കേസ് സ്റ്റഡി. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടെ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എത്തിക്സ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, SC ആയിക്കോട്ടെ, അവിടെയൊക്കെ നിങ്ങൾക്ക് അത് കേസ് സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പം നിങ്ങൾ ഈ വർഷത്തെ ടോപ്പേഴ്സിന്റെ ഒക്കെ എസ്സേയുടെ മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം കാണാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് ലൈക്ക് ഈവൻ ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് വരുന്നത് 100 ആണ്. ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ മാർക്ക് നിങ്ങൾ നോക്കുക. ഈ വർഷം SAക്ക് 100 ക്രോസ് ചെയ്ത വളരെ ചുരുക്കം ആൾക്കാർ വരുന്നുള്ളൂ. ഓക്കെ, ബട്ട് 2024 ഞാൻ മെയിൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ ഗോട്ട് 104 മാർക്സ്. 104 മാർക്ക് SAക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഇസ് ലൈക്ക് മോർ ദാൻ ഓൾ ഇന്ത്യ റാങ്ക് 1. അപ്പം SAക്ക് റൈറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇഫ് യു റീഡ് ദി NCERT പ്രോപ്പർലി ആൻഡ് മാർക്ക് ഈച്ച് ഓഫ് ദിസ് തിങ്സ്, എന്നിട്ട് അത് നിങ്ങളുടെ SAയിലേക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ, അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജിലല്ല, സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങൾക്ക് SA പ്രസന്റ് ചെയ്യാൻ പറ്റണം. SA മാത്രമല്ല GS എല്ലാ ആൻസറും അത് വായിക്കുന്ന ആൾക്ക് വളരെ കൃത്യമായിട്ട് ആൻസർ മനസ്സിലായിരിക്കണം. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ആനിക്ഡോട്ട്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കേസ് സ്റ്റഡീസ്, എക്സാമ്പിൾസ് ഒക്കെ NCERTയിൽ നിന്ന് തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, then Ashoka's inscription, that is dealing with the Kalinga war. Okay, so അശോകയുടെ ഒരു പെർട്ടിക്കുലർ ഇൻസ്ക്രിപ്ഷൻ ഈ പറയുന്ന കലിംഗ വാറിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്നത് കലിംഗ വാറിനെ കുറിച്ചിട്ടാണ്. ആ ഇൻസ്ക്രിപ്ഷൻ ആണ് 30th ഇൻസ്ക്രിപ്ഷൻ. അതിന്റെ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഓരോ നമ്പർ വെച്ചുകൊണ്ടുള്ള ചോദ്യം വരും. ഓക്കെ, സോ അതിനെ കുറിച്ചിട്ട് അശോക തന്നെ എഴുതിയിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, സോ ലൈക്ക് ഇപ്പൊ കുറച്ചു കാലം മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ഹാപ്പിനെസ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സമ്പത്ത് ഉണ്ടാകുന്നത്, ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് ഇരിക്കുന്നത്, ഒരുപാട് പ്രദേശങ്ങൾ കോൺക്വസ്റ്റ് ചെയ്യുന്നത് ഒന്നുമല്ല ഹാപ്പിനെസ്. ഈവൻ ആഫ്റ്റർ കോൺക്വയറിംഗ് ദി എൻറ്റയർ ഇന്ത്യൻ മെയിൻ ലാൻഡ്, അശോക റിയലൈസ്ഡ് ദാറ്റ് ദ ഹാപ്പിനെസ് ലൈസ് ഇൻ സാൽവേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കേസ് സ്റ്റഡിയാണ്. ഇഫ് യു ക്യാൻ ഡയറക്ട്ലി ഗിവ് ദിസ് ഫീൽഡ് മീ വിത്ത് സോറോ ആഫ്റ്റർ കോൺക്വയറിംഗ് ഓൾ ദിസ് പ്ലേസസ് ആഫ്റ്റർ ബിക്കമിങ് ആൻ എംപയർ he is being filled with sorrow, so happiness is not in there. വളരെ ആപ്റ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡിയാണ്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു ആർ ഗോയിങ് ടു പ്രസന്റ് ഇറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന ഓരോ കേസ് സ്റ്റഡി ലൈക്ക് ഇതിന് ഓരോന്നിനും ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ഓരോന്നും അത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ ആയിട്ട് പതിയുന്നത് വരെ റിപ്പീറ്റ് ആയിട്ട് യു ഹാവ് ടു റീഡ് ഇറ്റ്. ദെൻ അശോകാസ് ധമ്മ, ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയയാണ് അശോകാസ് ധാമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധർമ്മ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ധർമ്മ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അത് തന്നെയാണ് ധാമ. അതിനെ നമ്മൾ സാംസ്കൃതികരിച്ച് അല്ലെങ്കിൽ ലൈക്ക് ഒരു ബുദ്ധിസ്റ്റ് ചായവിൽ പറയുന്ന സമയത്ത് അത് ധമ്മ എന്നായി. ഓക്കെ, സോ അശോകയുടെ ധമ്മയും കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് അക്ബറിന്റെ, ഓക്കെ, മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള അക്ബറിന്റെ
ദീൻ ഇ ഇലാഹി, ദീൻ ഇ ഇലാഹി ഇത് നിങ്ങൾ പഠിക്കും. ഓക്കെ, അക്ബറിന്റെ ദീൻ ഇ ഇലാഹി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് UPSC മെയിൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം രണ്ട് രാജാക്കന്മാരെയും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കമ്പാരിസൺസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡെഫിനറ്റ്ലി ഇന്ത്യൻ മെയിൻലാൻഡ് കോൺക്വയർ ചെയ്തിട്ടുള്ള രണ്ട് രാജാക്കന്മാരാണ്, രണ്ട് കാലഘട്ടത്തിലെ രണ്ട് രാജാക്കന്മാരാണ്, അതാത് കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള രണ്ട് രാജാക്കന്മാരാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് പ്ലൂറലിസം അതുപോലെ ലൈക്ക് സെക്യുലറിസം ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള രാജാക്കന്മാരാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസ് ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അശോകയ്ക്ക് ദമ്മ കൊണ്ടുവന്ന സമയത്ത് അക്ബർ ദീനി ഇലാഹി കൊണ്ടുവന്നു. ഓക്കെ, സോ അങ്ങനെ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചോദ്യം UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമ്പയർ ദി അശോകാസ് ദമ്മ വിത്ത് അക്ബർസ് ദീൻ ഇ ഇലാഹി എന്ന് പറയുന്നത്. അപ്പോൾ അതേ സമയത്ത് അടിസ്ഥാനപരമായിട്ട് ചില വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ അക്ബർ എന്ന് പറയുന്നത് ഒരു പുതിയ മതം എന്നുള്ള രൂപത്തിലേക്കൊക്കെ ആയിരുന്നു ദീനി ഇലാഹിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അശോകയുടെ ദമ്മ എന്ന് പറയുന്നത് ഒരു ജീവിത വ്യവഹാര രീതി മാത്രമായിരുന്നു, ലൈഫ് സ്റ്റൈൽ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ അത് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, സോ അശോകയുടെ ദമ്മയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഇൻസ്പയർഡ് ഫ്രം ദ ബുദ്ധ, അല്ലെങ്കിൽ ബുദ്ധിസത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ ലൈക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ദെൻ ഈ പറയുന്ന കാര്യം ഇവിടെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. രാംപൂർവ ബുൾ. ഓക്കെ, സോ ഇറ്റ്സ് എ സ്റ്റോൺ സ്കൾപ്ചർ. ഇതൊരു സ്റ്റോൺ സ്കൾപ്ചർ ആണ്. ദിസ് വാസ് പാർട്ട് ഓഫ് ദ മൗര്യൻ പില്ലർ ഫൗണ്ട് ഇൻ രാംപൂർവ, ബീഹാർ. ഓക്കെ, ആൻഡ് നൗ ഇറ്റ്സ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ രാഷ്ട്രപതി ഭവൻ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ സ്കിൽ ഓഫ് ദി സ്കൾപ്ചേഴ്സ് ഓഫ് ദ ടൈം. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നു? ലൈക്ക് ആസ് യു ക്യാൻ സി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു കൗവിനെ ലൈക്ക് ഈ ഒരു ആനിമലിനെ ഡെപിക്ട് ചെയ്ത് നമ്മൾ സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ലൈക്ക് ആൻസിസ്റ്റേഴ്സ്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മൗര്യൻ എംപയറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ അവരുടെ ആർട്ട് ആൻഡ് കൾച്ചർ ആണ്. അപ്പൊ മൗര്യൻ ഡൈനസ്റ്റിയുടെ കേസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കൊടുക്കാനില്ല. കാരണം എന്തായിരുന്നു? മൗര്യൻ ഡൈനസ്റ്റിയുടെ കൺസ്ട്രക്ഷൻസിന് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് കൊടുക്കാനില്ല. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് ഇല്ലാത്തത്? അഥവാ ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പെട്ടെന്ന് നോ എന്ന് കമന്റ് ചെയ്യാം. എങ്ങനെ? ഹലോ, അറിയില്ല സർ. ഓക്കെ ഫൈൻ. ഇത് ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മൗര്യൻ കാലഘട്ടത്തിൽ അവർ കൺസ്ട്രക്ഷന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വുഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം കഴിഞ്ഞതോട് കൂടിയിട്ട് വുഡ് ആയതുകൊണ്ട് അതെല്ലാം നശിച്ചു പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും മൗര്യൻ ആർട്ട് ആൻഡ് കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കണ്ടന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. രാംപൂർവ ബുൾ, it showcases the culture of the like the artistic or the example, it is an example of the skill and artistic excellence of the sculptures of the Mauryan time. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് ഹാവ് ദിസ് എക്സാമ്പിൾസ് റെഡി. നിങ്ങൾ ജനറൽ ആയിട്ട് ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ മീൻസ് എക്സാമിനേഷൻ മാർക്ക് കിട്ടില്ല. കാരണം ഇതായിട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ജൂൺ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഫുൾ ഫ്ലെഡ്ജ് ക്ലാസ് തുടങ്ങുന്നതോട് കൂടിയിട്ട് പിന്നെ മെയിൻസ് ആൻസർ റൈറ്റിംഗിലേക്ക് ആയിരിക്കും പോകുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ മെയിൻസ് ആൻസേഴ്സ് നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് തരുന്ന സമയത്ത് നിങ്ങളോട് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ ഇതിൽ വാല്യൂ അഡീഷൻ പോയിന്റ് കൊടുത്തിട്ടില്ല, എക്സാമ്പിൾസ് കൊടുത്തിട്ടില്ല, കേസ് സ്റ്റഡീസ് കൊടുത്തിട്ടില്ല എന്നായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് ഓഫ് ദി ധാമ, ആ ഒരു ദമ്മയുടെ അല്ലെങ്കിൽ അശോകയുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട്? ലൈക്ക് സിറിയ, ഈജിപ്റ്റ്, ഗ്രീസ്. ഓക്കെ, സോ ഇത്തരത്തില് ഒരുപാട് ഏരിയയിലേക്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ മകനായ മഹേന്ദ്രയും അതുപോലെ തന്നെ മകളായ സംഘമിത്രയും ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശ്രീലങ്കയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവര് പോകുന്ന സമയത്ത് ബുദ്ധന്റെ അതായത് ബുദ്ധന് വെളിപാട് കിട്ടിയിട്ടുള്ള ആ ഒരു ആൽമരത്തിന്റെ ഒരു കഷ്ണം കൊണ്ടുപോയിട്ട് ശ്രീലങ്കയിൽ നടുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യയിലുള്ള ആ ഒരു ആൽമരം നശിച്ച സമയത്ത് ശ്രീലങ്കയിലുള്ള ഈ ഒരു ആൽമരത്തിന്റെ
ഭാഗം കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ അത് വീണ്ടും പ്ലാന്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനെ മുളപ്പിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഹിസ്റ്ററിയിൽ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് പഠിക്കും. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ മാത്രം ഒന്ന് ഇവിടെ ഓർത്ത് വെക്കുക. മഹേന്ദ്ര ആൻഡ് സംഘമിത്ര. ഓക്കെ, ദിസ് were the two representatives of Ashoka sent to Sri Lanka. Then അതുപോലെ തന്നെ അശോകയുടെ ഓരോ പില്ലർ ഇൻസ്ക്രിപ്ഷൻസിനും വരുന്ന ആനിമൽസിനെ കുറിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ അശോകയുടെ മെസ്സേജിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈ മെസ്സേജ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക, അതിന്റെ ഒരു കണ്ടന്റ് എന്താണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ എഗെയിൻ NCERT വായിക്കുന്ന സമയത്ത് ബ്രഹ്മി സ്ക്രിപ്റ്റ്. സോ ബ്രഹ്മി ഒരു സ്ക്രിപ്റ്റ് ആണ് എന്നുള്ളത് ഇത് വായിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് ഫീഡ് ആവും. അതുകൊണ്ടാണ് NCERT വായിക്കുന്ന ഒരാൾക്ക് ആൻസേഴ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ഗസ് ചെയ്യുന്നത് പോലും കറക്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലൈക്ക് അശോക അന്നത്തെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ബ്രഹ്മി സ്ക്രിപ്റ്റ് പിന്നീട് വിവിധ ഭാഷകളിലേക്ക് അഡോപ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ലൈക്ക് ബ്രഹ്മി, അതുപോലെ ലൈക്ക് മലയാളം, തമിഴ്, ഇവിടേക്കൊക്കെ ആ ഭാഷയിൽ നിന്നുള്ള അക്ഷരങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അത് എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഹൗ ദി അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ ദ മൗര്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ഇൻഫ്ലുവൻസ്ഡ് ദ ഇന്ത്യൻ സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഗിവ് ദിസ് എക്സാമ്പിൾ ആൾസോ. ഓക്കെ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ്. ബിക്കോസ് ദിസ് ബ്രഹ്മി സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടഡ് to the development of the multiple script that we use today, like the Brahmi, Devanagari, Bengali, Malayalam, Tamil. It's like a very good value addition point. Okay, so അന്നുണ്ടായിരുന്ന അശോകയുടെ കോൺട്രിബ്യൂഷനെ പ്രസന്റ് കണ്ടംപററിയിലെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇന്റർലിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ പ്രസന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ വാല്യൂബിൾ. ഓക്കെ, സോ അങ്ങനെ ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ ചാപ്റ്റർ ഈഫ് പോസിബിൾ ലൈക്ക് 2 or 3 times you have to read, you have to make the notes accordingly. ഓക്കെ, സോ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ സിൽക്ക് റൂട്ട്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സിൽക്ക് റൂട്ട്, അതിന്റെ ഒരു ലൊക്കേഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു സിൽക്ക് റൂട്ട് പാസ് ചെയ്ത് പോകുന്നത് അതിന്റെ ഒരു മേജർ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ആയിരുന്നു. ഓക്കെ, സോ അത് ഈ പറയുന്ന ബാക്ടറി എന്ന് പറയുന്ന ഒരു പ്രദേശത്തൂടെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അതിലേക്കുള്ള മേജർ ആയിട്ടുള്ള ഇൻപുട്ട് എക്സ്പോർട്ട് ഐറ്റംസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അതിലെ മേജർ ആയിട്ടുള്ള ഒരു എക്സ്പോർട്ട് ഐറ്റംസ് ആയിരുന്നു സ്പൈസസ് എന്ന് പറയുന്നത്. സിൽക്ക് റൂട്ടിലെ മേജർ ആയിട്ടുള്ള 2 എക്സ്പോർട്ടിംഗ് ഐറ്റംസ് ആയിരുന്നു, ഒന്ന് സ്പൈസസ്, രണ്ടാമത്തേത് സിൽക്ക് തന്നെ. ഓക്കെ, ചൈനീസിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള സിൽക്കുകൾ. ദിസ് ഇസ് വാസ് ലൈക്ക് ഒരുപാട് കാലത്തോളം ഈ സിൽക്കിന്റെ ആ ഒരു സീക്രട്ട് ചൈനക്കാരുടെ കൈവശമായിരുന്നു. ഏകദേശം 600 വർഷം എടുത്തു മറ്റു രാജ്യങ്ങളിലേക്ക് ഈ സിൽക്കിന്റെ സീക്രട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി. അപ്പൊ ഇത്തരത്തില് സ്പൈസസ് അതുപോലെ തന്നെ സിൽക്ക് ആയിരുന്നു ഇമ്പോർട്ടന്റ്. ഇതിലെ സ്പൈസസ് നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെക്കുക. അതിന്റെ ബാക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ഗോയിങ് ഓൺ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി ഇന്ത്യ. അപ്പൊ ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രദേശമായിരുന്നു തക്ഷശില. നമ്മൾ നേരത്തെ മാപ്പ് നോക്കിയ സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും തക്ഷശില എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരേ ഒരു പാസ് മാത്രമേ ഉള്ളൂ, കാരണം ഇവിടെയൊക്കെ ഹിമാലയാണ്. അപ്പം ഇതുവഴി ഈ ഒരു പാസിലൂടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് യു ഹാവ് ടു ഗോ ത്രൂ ദ തക്ഷശില, അല്ലെങ്കിൽ അതിന്റെ നിയർ ബൈ പ്ലേസിലൂടെ പോകണം. അതുകൊണ്ടാണ് തക്ഷശിലയ്ക്ക് ആ കാലഘട്ടത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ പറയുന്ന സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് ലാൻഡ് മാത്രമല്ല, ഇറ്റ് ആൾസോ കവേഴ്സ് ദ വാട്ടർ ബോഡീസ്. ഓക്കെ, എസ്പെഷ്യലി ചോള ഡൈനസ്റ്റിയുടെ ഒക്കെ കാലഘട്ടത്തില്, അതുപോലെ ലൈക്ക് ഈവൻ ആൻഷ്യൻ ടൈംസ് മൗര്യ ഡൈനസ്റ്റിയുടെ അല്ലെങ്കിൽ ഗുപ്ത ഡൈനസ്റ്റിയുടെ ഒക്കെ കാലഘട്ടത്തില് ദർ വാസ് ആൻ എക്സ്റ്റെൻസീവ് സീ ട്രേഡ്. ഓക്കെ, മൗര്യ ഡൈനസ്റ്റിയുടെയും ചോള ഡൈനസ്റ്റിയുടെയും കാലഘട്ടത്തിൽ ദർ വർ ലൈക്ക് എക്സ്റ്റെൻസീവ് സീ ട്രേഡ്. അതാണ് ഈ പറയുന്നത്. സോ ഇറ്റ് കംപ്രൈസസ് ഓഫ് ബോത്ത് ലാൻഡ് ആൻഡ് സീ റൂട്ട്. സോ അത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെക്കുക. ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇവിടെ ഓരോ റീജിയൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പൊഡൂക്ക, അരിക്കമേട്. ഓക്കെ, സോ അരിക്കമേഡ് ഇസ് ഇൻ തമിഴ്നാട്. നിങ്ങൾ ഇവിടെ കുറച്ചുകൂടെ കൃത്യമായിട്ട് നോക്കിയാൽ യു ക്യാൻ ഫൈൻഡ് സംവെയർ ഹിയർ. ഓക്കെ, പൊഡൂക്ക, അരിക്കമേട് ആൾസോ യു ക്യാൻ ഫൈൻഡ് ഹിയർ. അരിക്കമേട് എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചറിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു റീജിയൻ ആണ് അരിക്കമേട് എന്ന് പറയുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ കൊല്ലം റീജിയനിൽ കാണുന്ന അല്ലെങ്കിൽ കൊല്ലം പ്രദേശത്ത് കാണുന്ന മുസിരിസ്.
ഓക്കെ, മുസിരിസ് എന്ന് പറയുന്ന തുറമുഖം അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം പെരിയാർ നദിയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ടാണ് മുസിരിസ് എന്ന് പറയുന്ന ഈ ഒരു തുറമുഖം ഇല്ലാതാവുകയും പിന്നീട് കൊച്ചി തുറമുഖം കേരളത്തിന്റെ ഒരു മേജർ പോർട്ടായിട്ട് വളർന്നു വരുന്നത്. ആ മുസിരിസിനെ കുറിച്ചിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ആ ഒരു മാപ്പ് അത്രത്തോളം ഡെപ്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പഠിക്കണം. ഓക്കെ, ദെൻ മൗര്യൻ എംപയറിന്റെ കൊളാപ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ദിസ് ഇസ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇനി അങ്ങോട്ടേക്കുള്ള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ മൗര്യൻ എംപയർ കൊളാപ്സ്ഡ് അബൌട്ട് 2200 years എഗോ. അതായത് മേജർ ആയിട്ട് അശോകൻ ചക്രവർത്തി കഴിഞ്ഞ് പിന്നീട് ഒരു സ്ട്രോങ് സക്സസീവ് റൂളർ അവർക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീട് വരുന്നത് ഇൻഡോ ഗ്രീക്ക് ഇൻവേഷൻ ആണ്. അപ്പം അശോകൻ ചക്രവർത്തി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തതോട് കൂടിയിട്ട് പിന്നീട് ഇൻഡോ ഗ്രീക്ക് ഇൻവേഷൻസ് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് മേജർ ആയിട്ടുള്ള കിങ്ഡംസ് അല്ലെങ്കിൽ ലൈക്ക് രണ്ട് മേജർ ആയിട്ടുള്ള രാജവംശങ്ങളാണ് ഷഗാസ് ആൻഡ് കുഷാൻസ് എന്ന് പറയുന്നത്. ദെൻ പിന്നീട് വരുന്ന ഒരു മേജർ ഡൈനസ്റ്റിയാണ് ഗുപ്ത ഡൈനസ്റ്റി. ഓക്കെ, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി അപ്കമിങ് ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ മേജറായിട്ട് പഠിക്കാൻ പോകുന്നത് ഷഗാസ് ആൻഡ് കുഷാൻസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുന്നതായിരിക്കും ഗുപ്താസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ഇതുവരുടെ കോയിൻസ് ഒന്ന് നോക്കുക. ഇൻഡോ ഗ്രീക്ക് കോയിൻസ്, അതുപോലെ കുഷാന കോയിൻസ്. ഈ ഓരോ കോയിൻസിലും എത്ര ഡീറ്റെയിൽ ആയിട്ടാണ്, അതായത് ഇന്നത്തെ പോലെ ടെക്നോളജി ഉണ്ടായിരുന്നില്ല, എന്നിട്ട് പോലും ഹൗ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ദേ ഹാവ് ഗിവൺ. ഓക്കെ, ഇതൊരു രാജാവിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം. ഓക്കെ, അദ്ദേഹത്തിന്റെ ലൈക്ക് എന്താ പറയാ കിരീടം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തൊപ്പി ഇൻഫർമേഷൻസ് ഒക്കെ ആയിരിക്കും ഈ തന്നിട്ടുണ്ടായിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് യു ക്യാൻ സി എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓവർ ഹിയർ. ഓക്കെ, സോ ഇതൊക്കെ ലൈക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ലൈക്ക് ഷഗ കോയിൻ ആൾസോ യു ക്യാൻ സി. ഓക്കെ, ദെൻ ലൈക്ക് സദ്വാഹന കോയിൻ, ദർ ഇസ് ആൻ എലഫന്റ് എൻക്രേവ്ഡ് ഓൺ ഇറ്റ്. സോ ഇത്തരത്തിലുള്ള ഓരോ കോയിൻസും ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് ഇൻഫർമേഷൻസ് ടു അസ്. അപ്പൊ ഈ കോയിൻസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസിനെ പറയുന്ന പേരാണ് ന്യൂമിസ്മാറ്റിക്സ്. ഓക്കെ, ന്യൂമിസ്മാറ്റിക്സ്. അപ്പൊ ഓരോ കോയിൻസും ഓരോ കാലഘട്ടത്തിലെ കോയിൻസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ ന്യൂമിസ്മാറ്റിക്സിനെ കുറിച്ചിട്ട് UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ചോദ്യം. സോ ഇത് UPSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ? ഇറ്റ് വാസ് ലൈക്ക് ഹൗ ഡു യു ജസ്റ്റിഫൈ the view that the level of excellence of the Gupta numismatic art is not at all noticeable in later times. Okay, so numismatics എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ കോയിൻസ്. സോ ആ കോയിൻസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും എന്തല്ല, ഗുപ്ത കോയിൻസിനെ കുറിച്ചിട്ടുള്ളതല്ല, ഗുപ്തയ്ക്ക് മുമ്പുള്ള കോയിൻസ് ആണ്. ഫസ്റ്റ് ഇൻഡോ ഗ്രീക്ക് കോയിൻസ് വരുന്നുണ്ട്, പിന്നെ കുഷാന കോയിൻസിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ ഷഗ കോയിൻസ്, പിന്നീട് സദ്വാഹനാസ് കോയിൻസിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഓക്കെ, സോ സദ്വാഹനാസ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്, ഗുപ്ത കഴിഞ്ഞു വരുന്നതാണ്. ബട്ട് എനിവേ മറ്റു കോയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ചേര, ചോള, പാണ്ഡ്യാസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞ് സംഘം ഏജ് പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറിച്ചിട്ട് പഠിക്കും. എനിവേ ഈ ഒരു ഏരിയ നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. Now we are going to village town trade. Okay, so village town എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് മേജർ ആയിട്ട് സൊസൈറ്റിയെ കുറിച്ചിട്ടായിരിക്കും. ട്രേഡ് എന്ന് പറയുന്നത് എക്കണോമിയെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യവും നിങ്ങൾക്ക് ചോദ്യം വരാം. ഓരോ കാലഘട്ടത്തിലെ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളതും ഓരോ കാലഘട്ടത്തിലെ എക്കണോമി എങ്ങനെയായിരുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ആൻഡ് യു ഹാവ് ടു സ്റ്റഡി ഇറ്റ് അക്കോർഡിംഗ്ലി. സോ ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് അയൺ ടൂൾസ്. നമ്മൾ പറഞ്ഞു ഹാരപ്പൻ സൊസൈറ്റിക്ക് അയണിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വേദിക് ഏജ് ആവുന്നത് കൂടിയിട്ടാണ് അയൺ ഒരു മേജർ മിനറൽ അല്ലെങ്കിൽ ഒരു ടൂൾ മേക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് എമർജ് ചെയ്യുന്നത്. പിന്നീട് മഗധയുടെയും മൗര്യന്റെയും അല്ലെങ്കിൽ മൗര്യ ഡൈനസ്റ്റിയുടെ ഒക്കെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു മിനറൽ എന്ന് പറയുന്നതും അയൺ ആണ്. അവർക്ക് അയൺ കിട്ടിയിരുന്നത് രാജഗൃഹ ഹിൽസിൽ നിന്നാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഹ്യൂമൻ സൊസൈറ്റി അല്ലെങ്കിൽ സിവിലൈസേഷൻ ഷേപ്പ് ചെയ്യുന്നതിൽ അയൺ പ്ലേഡ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ജസ്റ്റ് അതൊന്ന് അവിടെ ഓർത്ത് വെക്കുക. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അറൌണ്ട് 2500 years ago. നമ്മൾ ജസ്റ്റ് ആ കാര്യം ഒന്ന് വായിച്ചാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യം. ദെൻ ഹൗ ഇറ്റ് ഈസ് ഹെൽപ്ഡ്.
അതായത് സിമ്പിൾ ആയിട്ട് ഇറിഗേഷന് വേണ്ടിയിട്ട്, അതുപോലെ ലൈക്ക് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്, നിലം ഉഴുന്നതിന് വേണ്ടിയിട്ട്, അപ്പൊ ഈ രൂപത്തിലൊക്കെ, പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ടു ബിൽഡ് കനാൽസ്, വെൽസ്, ടാങ്ക്സ്, ആർട്ടിഫിഷ്യൽ ലേക്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അയൺസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ലെഡ് ടു ദിസ് കൈൻഡ്സ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ഇൻക്രീസഡ് ദ പ്രൊഡക്ഷൻ. ഓക്കെ, then like irrigation, which is a major like component that increases the production. Then അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, വായിച്ചു നോക്കുക. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ കാര്യം ജസ്റ്റ് ഒന്ന് വായിക്കുക. ദാറ്റ് ഇസ് fill in the rest by using the following phrases. First, like labor is provided by the people, and farmers also benefited because the crop production is more certain, and farmers have to increase the production to pay taxes, and the kings provided money and plan irrigation works. അപ്പൊ രാജാവായിരിക്കും ഇത്തരത്തിലുള്ള ഇറിഗേഷൻ വർക്കുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ വർക്ക് നടത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഈ ഇറിഗേഷൻ ആൻഡ് ഡാമിനെ കുറിച്ചിട്ട് ലൈക്ക് ജസ്റ്റ് ഒരു ടേം ആയിരിക്കാം, പക്ഷെ ഇതിനെ കുറിച്ച് മാത്രം UPSC പ്രിലിംസ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ദേവരായ 2 കുറിച്ചിട്ടാണ്. ഓക്കെ, ദേവരായ 2. ആ സമയത്ത് ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. Who among the following rulers of the Vijayanagara Empire constructed large dam across Tungabhadra river and canal cum aqueduct several kilometers long from the river to the capital city? അതായത് ഇറിഗേഷന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള വിജയനഗര രാജാവായിരുന്നു ദേവരായ 2. സോറി, ലൈക്ക് ദേവരായ 1 എന്ന് പറയുന്നത്. ഓക്കെ, ദേവരായ 2 കുറിച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും. ലൈക്ക് ദേവരായ 1. ഓക്കെ, സോ 2023 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന വിജയനഗര എംപയറിൽ ഏറ്റവും കൂടുതൽ ഇറിഗേഷനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ദേവരായ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറെ കൂടെ കഴിയുന്ന സമയത്ത് തുഗ്ലക് ഡൈനസ്റ്റിയെ കുറിച്ച് പഠിക്കും. ഡൽഹി സുൽത്താനേറ്റിലെ തുഗ്ലക് ഡൈനസ്റ്റിയെ കുറിച്ച് പഠിക്കും. അവിടെ ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഒരു രാജാവ് ഈ ഇറിഗേഷൻ വർക്കിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തതായിട്ട് നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ അവിടെ ഒരു രാജാവ് ഈ പറയുന്ന രൂപത്തിൽ ഇറിഗേഷൻ വർക്കിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തതായിട്ട് നിങ്ങൾ പഠിക്കും. ഞാൻ ഇവിടെ ജസ്റ്റ് F എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓക്കെ, പറഞ്ഞുതരാം അത് ഏത് രാജാവാണെന്നുള്ളത്. ദെൻ ഹൂ ലിവ്ഡ് ഇൻ ദ വില്ലേജ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മേജർ ആയിട്ട് തമിഴ് അല്ലെങ്കിൽ സംഘം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ വില്ലേജ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അവിടെ മേജർ ആയിട്ടുള്ള അറ്റ് ദ ലോവസ്റ്റ് ലെവൽ, ലൈക്ക് ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത് വില്ലേജ് ലെവലിലുള്ള ആൾക്കാരാണ്. സോ ആ കാറ്റഗറിയിൽ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു വെള്ളാളർ, അതുപോലെ തന്നെ ഊഴവർ, കടൈസിയർ, അടിമൈ. ഇതൊക്കെ ലൈക്ക് ബേസിക്കലി ലോവസ്റ്റ് റാങ്ക്സ് ഓഫ് ദ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു വെള്ളാളർ, ഊഴവർ, കടൈസിയർ, അടിമൈ. ഓക്കെ, സൊസൈറ്റിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിൽ ഏറ്റവും ലോവസ്റ്റ് ആണ്. കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് പോകുന്ന സമയത്താണ് ഗ്രാമഭോജകാസ് വരുന്നത്. ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു വില്ലേജിന്റെ ഒക്കെ ഹെഡ് ആയിട്ട് വരുന്ന ആളുകളാണ് ഗ്രാമഭോജകാസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്വന്തമായിട്ട് ഒരു നിലമൊക്കെ ഉള്ള ഒരു കർഷകനെ നമ്മൾ പറയുന്ന പേരാണ് ഗൃഹപതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കർമ്മകര, ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഇത്രയും ഏരിയയിൽ നിന്ന് നിങ്ങൾ മേജർ ആയിട്ട് നോക്കേണ്ടത്. സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇതിലെ ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും സെപ്പറേറ്റ് ആയിട്ട് UPSCക്ക് ചോദിക്കാൻ സാധിക്കും. UPSC ചോദിച്ചിട്ടുമുണ്ട്. പിന്നെ അടുത്തത് ഏർലിയസ്റ്റ് തമിഴ് കമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘം ലിറ്ററേച്ചർ. ഈ സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച് ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് വൺസ് ഇൻ എ 2 ഇയർ സംഘം ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള ചോദ്യം അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ തമിഴ് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. 2024 ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിനേഷനിൽ. ഇത് 2023 എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദ സംഘം ലിറ്ററേച്ചർ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഷ്യൻ തമിഴ് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് കൾച്ചർ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ലിറ്റററി സോഴ്സസ് അല്ലെങ്കിൽ ലിറ്റററി ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിലെ സൊസൈറ്റിയെയും കൾച്ചറിനെയും ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. ബ്രീഫ് അബൌട്ട് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ലാംഗ്വേജ്. സോ ഇത് ഓൾറെഡി 2023 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
ഇനി 2024 2024 ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു 2024 ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. Though the great Cholas are no more yet, their names is still remembered with great pride because of their highest achievement in the domain of the art and architecture. സോ ഈ ആർട്ടിന്റെ അകത്ത് ലിറ്ററേച്ചറും കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആ ലിറ്ററേച്ചറിൽ സംഘം ലിറ്ററേച്ചറും ഇൻക്ലൂഡഡ് ആയിട്ട് വരും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി സംഘം ലിറ്ററേച്ചറും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം ഇഫ് യു ഡോണ്ട് നോ. ബട്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ മാത്രം അറിയാമെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ ഇത് 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ഇറ്റ്സ് ലൈക്ക് എവറി ഇയർ യു ക്യാൻ ഗെറ്റ് എ ക്വസ്റ്റ്യൻ. ഈ സംഘം ലിറ്ററേച്ചറിനെ കുറിച്ച്, ചോള ഡൈനസ്റ്റിയെ കുറിച്ചിട്ടുള്ള ചോദ്യം എവറി ഇയർ യു ക്യാൻ എക്സ്പെക്ട്. റിപ്പീറ്റ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, സോ അതിന്റെ ലൊക്കേഷനും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, മധുരൈ. ഓക്കെ, മധുരൈ സംഘം എന്ന് അറിയപ്പെടാറുണ്ട്. എനിവേ അതിന്റെ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് മധുരൈയാണ്. അതുപോലെ തന്നെ കോയിൻസ്, സംഘം കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ചോള ഡൈനസ്റ്റിയുടെ കോയിൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആ കോയിൻസ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലില് നമ്മൾ എന്ത് ചെയ്യും, ഒരു രൂപം കൊത്തിവെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മറ്റൊരു സാധനത്തിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യും, അടിച്ചേൽപ്പിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ ലൈക്ക് നമ്മൾ കൊത്തിവെച്ച രൂപം പതിഞ്ഞ ഒരു കോയിൻ നമുക്ക് കിട്ടും. അതിനെയാണ് പഞ്ച് മാർക്ക്ഡ് കോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ പഞ്ച് മാർക്ക്ഡ് കോയിൻ ഹൗ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് എന്നുള്ളത്. ഓക്കെ, സോ പഞ്ച് മാർക്ക്ഡ് കോയിൻസിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കി വെക്കുക. കാരണം ഓൾറെഡി ഗുപ്ത ന്യൂമിസ്മാറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഗുപ്ത കോയിൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള അതർ കോയിൻസിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ മെയിൻസ് എക്സാമിനേഷനിൽ ഇങ്ങനെയാണ് ചോദ്യം ചോദിക്കാറ്. ഓൾറെഡി ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും അതേപോലെ മറ്റ് ഡൈനാസ്റ്റികളെ കുറിച്ചിട്ട് മറ്റ് കോണ്ടെക്സ്റ്റിലേക്കൊക്കെ ആ ചോദ്യം എക്സ്റ്റെൻഡ് ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ട് UPSC മെയിൻസ് എക്സാമിനേഷനിൽ സംഭവിക്കാറുള്ളത്. ദെൻ ആ കാലഘട്ടത്തിലെ മേജർ ആയിട്ടുള്ള സിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കൂടെ നോക്കി വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റിയാണ് മധുര എന്ന് പറയുന്നത്. ഓക്കെ, സോ അന്നത്തെ കാലഘട്ടത്തിലെ ചോള ഡൈനസ്റ്റിയുടെ ഇറ്റ് വാസ് ആൻ എക്കണോമിക് സെന്റർ. അതുപോലെ തന്നെ ലൈക്ക് ഒരു കൾച്ചറൽ സെന്റർ ആയിരുന്നു. ട്രാവൽ, ട്രേഡ്, ഇതിന്റെയൊക്കെ ഒരു മേജർ സെന്റർ ആയിരുന്നു ഈ പറയുന്ന മധുര എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ജനറൽ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ആ കാര്യങ്ങൾ ഒന്ന് മാത്രം വായിച്ചു നോക്കുക. ദെൻ ഇതേ കാലഘട്ടത്തിൽ, അതായത് ചോള ഡൈനസ്റ്റിയുടെ ഇതേ കാലഘട്ടത്തിൽ ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. ഈ ചോള ഡൈനസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി സോഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്കാണ് കണ്ണകിയുടെ സ്റ്റോറി. ഓക്കെ, കണ്ണകിയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലും നിങ്ങൾക്ക് ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും ഇൻഫ്ലുവൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ലൈക്ക് സിലപ്പതികാരം. ഓക്കെ, സിലപ്പതികാരം, കണ്ണകി ആൻഡ് കോവലൻ ഇവരുടെ ലവ് സ്റ്റോറി പറയുന്ന ലൈക്ക് ഗ്രന്ഥം. ഓക്കെ, അപ്പൊ സിലപ്പതികാരത്തിലും ഈ പറയുന്ന പോലെ ബുദ്ധിസം ആൻഡ് ജൈനിസത്തിന്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം സംഘം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൊസൈറ്റിയെ കുറിച്ച് പറയുന്ന സമയത്ത് അവിടുത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ്, അതുപോലെ ലൈക്ക് ജൈൻ ഷ്രൈൻസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, പറയണം. ഇറ്റ് വാസ് ലൊക്കേറ്റഡ് അലോങ് ദ റിവർ കൃഷ്ണ കാവേരി. ഈ റിവറൊക്കെ ഒഴുകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കൂടെയാണ്. ഓക്കെ, അതുകൊണ്ട് അതിന്റെ സ്പ്രെഡ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കുറച്ചു മുമ്പ് നമ്മൾ ഗ്രേ വെയർ പോട്രിയെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രേ വെയർ പോട്രി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾ ബ്ലാക്ക് പോളിഷ്ഡ് വെയറിനെ കുറിച്ചിട്ടും റെഡ് ആൻഡ് ബ്ലാക്ക് പോട്രിയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കുന്നുള്ളത്. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ പോട്രി എന്ന് പറയുന്നത്. ഓക്കെ, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ പോട്രി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിന്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് മേജർ ആയിട്ടും ഈ പറയുന്ന വീൽസ്, ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ചക്രം കറങ്ങുന്നുണ്ടായിരിക്കും, അതിന് മുകളിൽ കളിമണ്ണ് വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ ഷേപ്പ് ചെയ്തെടുക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള ആ വീല് ഉപയോഗിച്ചിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള പോട്രീസ് ആയിരുന്നു ഈ NBPW, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ പോട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതും സംഘം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസസ് നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ,
ദെൻ സ്പിന്നിങ് ആൻഡ് വീവിങ്, ഇത് ആ കാലഘട്ടത്തിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു. ഓക്കെ, ഒരു ജോബ് ആയിരുന്നു. ദെൻ അർത്ഥശാസ്ത്രയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസ്ക്രൈബ്ഡ് ഹൗ സ്പിന്നിങ് ആൻഡ് വീവിങ് കുഡ് ബി ഡൺ വർക്കേഴ്സ്, ലൈക്ക് അതുപോലെ വിഡോ, യങ് വുമൺ ഹു ആർ ലൈക്ക് ഡിഫറെന്റ്ലി ഏബിൾഡ് റൺസ് മദർ, ലൈക്ക് അപ്പം ലൈക്ക് അർത്ഥശാസ്ത്രയിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അർത്ഥശാസ്ത്രയിലെ ഓരോ കാര്യത്തിനെ എടുത്തുകൊണ്ട് ചോദ്യം വരും. അത് പലപ്പോഴും NCERT-യിൽ ഇവിടെ ഇതുപോലെ മെൻഷൻ ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പൊ ലൈക്ക് അർത്ഥശാസ്ത്ര വിഡോ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലത്തെ ഒരു ചോദ്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്രിലിംസ് എക്സാമിനേഷനിൽ വന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ചോദ്യമാണ്. ചോദ്യം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു കൗടില്യസ് അർത്ഥശാസ്ത്ര വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്. എന്നിട്ട് പറയുന്നത് എ പേഴ്സൺ കുഡ് ബി എ സ്ലേവ് ആസ് എ റിസൾട്ട് ഓഫ് ജുഡീഷ്യൽ പണിഷ്മെന്റ്. ഇഫ് എ ഫീമെയിൽ സ്ലേവ് ബോർ ഹെർ മാസ്റ്റേഴ്സ് സൺ ഷി വാസ് ലീഗലി ഫ്രീ. If a son born to a female slave was fathered by her master, the son was entitled to the legal status of the master's son. അപ്പൊ ഇതൊക്കെ നമ്മൾ കൗടില്യയുടെ അർത്ഥശാസ്ത്രം പോയി വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് NCERT പ്രോപ്പർ ആയിട്ട് വായിക്കുക, അതിൽ ഇതുപോലെ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് വായിച്ച് പോവുക എന്നുള്ളതാണ്. കാരണം ഇതേപോലത്തെ ഓരോ ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഫ്രെയിം ചെയ്തിട്ട് UPSC ചോദിക്കും. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു ഏരിയ നന്നായിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ദെൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മേജർ സാധനമാണ് ശ്രേണി ആൻഡ് ഗിൽഡ്. ഇവിടെ ഗിൽഡിനെ കുറിച്ച് പറയുന്നില്ല, ബട്ട് ശ്രേണി ആൻഡ് ഗിൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രേണി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ദി ക്രാഫ്റ്റ് പേഴ്സൺ ആണ്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്രാഫ്റ്റ് പേഴ്സൺസ് ആൻഡ് മെർച്ചൻസ് ദേ ഫോംഡ് ആൻ അസോസിയേഷൻ കോൾഡ് ശ്രേണീസ് എന്ന് പറയുന്നു. ബട്ട് ശ്രേണി എന്ന് പറയുന്നത് കുറെ കൂടെ ക്രാഫ്റ്റ് മാൻസ്, അതായത് ഈ കലകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന കലാകാരന്മാരുടെ ആ ഒരു ഗ്രൂപ്പിനെയാണ് ശ്രേണി എന്ന് പറയുന്നത്. മർച്ചൻസിന്റെ ഗ്രൂപ്പിനെ നമ്മൾ ഗിൽഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഗിൽഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഗിൽഡിനെ കുറിച്ചിട്ട് ഓൾറെഡി UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രേണിനെ കുറിച്ചിട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞു അരിക്കമേട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ്. അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ തമിഴ്നാട് ലൈക്ക് ക്ലോസ് ടു പോണ്ടിച്ചേരി, ലൈക്ക് ആ ഒരു പ്രദേശത്തുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തില് ഒരുപാട് എക്സ്കവേഷൻസ്, ആ കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകൾ കിട്ടിയിട്ടുള്ള ഒരു പ്രദേശമാണ് അരിക്കമേട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി മേജർ തിങ്സ്. ദെൻ ലൈക്ക് അവിടുന്ന് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് അരേറ്റിൻ വെയർ. സോ ഇത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ഒരു സാധനമല്ല, അത് നമുക്ക് ട്രേഡിന്റെ ഫലമായിക്കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, സോ ഇറ്റ് ഷോസ് ദ ട്രേഡ് റിലേഷൻ എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ചോള ഡൈനസ്റ്റി ആൻഡ് ദി അതർ ഡൈനസ്റ്റീസ്. അതിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് എരറ്റിൻ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അവിടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ്, അരറ്റിൻ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് അവിടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ദ ഗ്രീക്ക് സെയിലർ സ്റ്റോറി. ഓക്കെ, നിങ്ങൾക്ക് essay എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ട്രേഡ് ആൻഡ് ട്രേഡേഴ്സ്. ആ കാലഘട്ടത്തിലെ എക്കണോമിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഏരിയ ആണ് ട്രേഡ് ആൻഡ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ. ആ കാലഘട്ടത്തിലെ ഒരു ഫൈനസ്റ്റ് പോട്ടറി ആണ്. സോ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ എന്ന് പറയുന്നത് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ഇറ്റ് ഈസ് പോളിഷ്ഡ്. ഷേപ്പ് മാത്രമല്ല, അത് വളരെ സ്മൂത്ത് ആക്കിയിട്ട് ലൈക്ക് ഒരു കണ്ണാടി പോലെ തിളങ്ങുന്ന രൂപത്തിലേക്ക് പോളിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലേക്ക്. ഓക്കെ, ദെൻ ഡ്യൂറിങ് ദാറ്റ് ടൈം ദ സൗത്ത് ഇന്ത്യ വാസ് ഫേമസ് ഫോർ ഗോൾഡ്, സ്പൈസസ്, എസ്പെഷ്യലി ലൈക്ക് പെപ്പർ. ഈ രണ്ട് കാര്യങ്ങൾക്കായിരുന്നു ആ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യ വളരെയധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, ലൈക്ക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഓക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ ഏറ്റവും സമ്പത്തുള്ള ഒരു ആരാധനാ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അപ്പൊ അത്രത്തോളം ഈ പറയുന്ന സ്പൈസ് ട്രേഡിലൂടെ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഹൈലി വാല്യൂഡ് ബൈ ദ റോമൻ എംപയർ ആൻഡ് ഇറ്റ് ഇസ് ആൾസോ നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്. അതിന് കാരണം എന്ന് പറയുന്നത് അന്ന് ഈ കുരുമുളകിന്റെ വിലയൊന്നും കൃത്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുരുമുളകിന് ലൈക്ക് അത്രത്തോളം വില അത് പലപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്വർണത്തിലാണ്. ഓക്കെ, നമ്മൾ കുരുമുളക് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് പേയ്മെന്റ് നമുക്ക് തരുന്നത് സ്വർണത്തിലായിരുന്നു.
അപ്പൊ അതുകൊണ്ട് അവരതിനെ ബ്ലാക്ക് ഗോൾഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം വാല്യൂല് റോമൻസ് വാങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് സമ്പന്നമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ പോയം ദാറ്റ് ഇസ് ടേക്കൺ ഡ്യൂറിങ് ദി സംഘം ലിറ്ററേച്ചർ, അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോയമാണ്. അതും കൂടെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഇഫ് യു ക്യാൻ റീഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ദെൻ സംഘം ലിറ്ററേച്ചറിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് മൂവേന്ദർ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാളുകൾ അല്ലെങ്കിൽ മൂവേന്ദർ. ഈ മൂവേന്ദേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 റൂളിംഗ് ഏരിയാസ് അല്ലെങ്കിൽ 3 റൂളിംഗ് ഡൈനാസ്റ്റീസ് ആയിരുന്നു. അതാണ് ചോള, ചേര, പാണ്ഡ്യ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സൗത്ത് ഇന്ത്യ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കേരളം വരുന്ന പ്രദേശത്തായിരുന്നു ചേര ഡൈനസ്റ്റി ഉണ്ടായിരുന്നത്. ഇപ്പൊ ചേരമാൻ പെരുമാൾ, നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ചേരമാൻ പെരുമാൾ, അപ്പൊ അത് ചേര ഡൈനസ്റ്റിയാണ്. എന്നാൽ നമ്മുടെ ചോള, സോറി ജസ്റ്റ് സെക്കൻഡ്, സംഘം പോയം. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂവേന്ദേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ മൂവേന്ദേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഡൈനാസ്റ്റീസ് ആണ്. 1 ചോള, 2 ചേര, 3 പാണ്ഡ്യ. ഓക്കെ, സോ ഈ 3 രാജാക്കന്മാരെയാണ് നമ്മൾ മൂവേന്ദേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ലൊക്കേഷൻ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ് ഇവർ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. ബിക്കോസ് അതിൽ റിപ്പറ്റേറ്റീവ് ആയിട്ട് അവരുടെ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ സൗത്ത് ഇന്ത്യ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളം ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശമായിരുന്നു കേരളം അല്ലെങ്കിൽ ചേര ഡൈനസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരാളാണ് ചേരമാൻ പെരുമാൾ എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിന് ആ പേര് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ അതിന് ഒരു റീസൺ ആയിട്ട് പറയുന്നത് ചേര രാജാക്കന്മാർ ഭരിച്ച പ്രദേശം, അവരുടെ അളം, അപ്പൊ ചേരളം അത് പിന്നീട് കേരളമായിട്ട് മാറി എന്നുള്ള തിയറീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചേര രാജാക്കന്മാര് എക്സിസ്റ്റ് ചെയ്തിരുന്നത് കേരളത്തിലായിരുന്നു. ഇനി തമിഴ്നാടിന്റെ സദേൺ റീജിയനിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു പാണ്ഡ്യ രാജവംശം എന്ന് പറയുന്നത്. ഓക്കെ, പാണ്ഡ്യകൾ അല്ലെങ്കിൽ പാണ്ഡ്യ രാജവംശം. അതിന് കുറച്ച് നോർത്ത് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ചോള ഡൈനസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും ഓരോ ഡൈനസ്റ്റിയിലും സ്ട്രോങ് റൂളേഴ്സ് വരുമ്പം അവർ പരസ്പരം ആക്രമിച്ച് കീഴടക്കിയിട്ട് ഇതിന്റെ അതിർത്തികൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആക്രമണങ്ങളും കൂടെ നിങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് പഠിക്കും. അതിലൊന്ന് രാജേന്ദ്ര ചോളയുടെയും രാജരാജ ചോളന്റേത് വരുന്നുണ്ട്, പക്ഷെ ഇത് അത്രത്തോളം വരുന്നില്ല. ബട്ട് മോസ്റ്റ് സിഗ്നിഫിക്കന്റ്ലി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് രാജേന്ദ്ര ചോളന്റെ ആക്രമണങ്ങളായിരിക്കും. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് അവിടെ ഓർത്ത് വെക്കുക. ദെൻ പുഹർ, കാവേരി പട്ടണം. ഓക്കെ, പുഹർ നന്നായിട്ട് നോക്കുക, പുഹർ. ഇനി ഇത് പ്രിലിംസ് എക്സാമിനേഷനിൽ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ചോദ്യം 2023 ആ വർഷത്തെ 2023 പ്രിലിംസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻ ആയിരുന്നു. ഓക്കെ, ആ ടഫസ്റ്റ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. വിത്ത് റെഫറൻസ് ടു ആൻഷ്യൻ സൗത്ത് ഇന്ത്യ, കോർക്കൈ, പുറം പുഹർ, അതുപോലെ തന്നെ മുസിരി. ഓക്കെ, മുസിരി എന്ന് പറയുന്നത് മുസിരിസ്. ഓക്കെ, മുസിരിസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലൊക്കേഷനും സാധനമൊക്കെ കാണിച്ചു തന്നു. കൊല്ലത്തിന്റെ അടുത്താണ്. മുസിരിസിന്റെ നാശത്തോട് കൂടിയിട്ടാണ് കൊച്ചി വളർന്നത് എന്നൊക്കെ പറഞ്ഞു. ദെൻ പോം പുഹർ. ഓക്കെ, പുഹറിന്റെ ഒരു ഫുൾ നെയിം ആണ് പോം പുഹർ എന്ന് പറയുന്നത്. ദെൻ അടുത്തത് കോർക്കൈ. ഇതെല്ലാം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദിസ് ഓൾ ആർ ലൈക്ക് പോർട്ട്. ഇതൊക്കെ എന്താണ്? പോർട്ടാണ്, തുറമുഖങ്ങളാണ്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ വൺ ഓഫ് ദ കോസ്റ്റ്. Each of the 3 chiefs had 2 centers of the power, one in land, one in coast.
of the 6 cities, 2 were very important, Puhar and Kaveri Pattanam. The port of Cholas. വളരെ കൃത്യമായിട്ട് എവിടെ കൊടുത്തിട്ടുണ്ട്? എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട്. എൻ സി ആർ ടി വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. പുഹർ ആൻഡ് കാവേരി പട്ടണം. അതിൽ ഒന്നിന്റെ വാക്ക് കിട്ടിയാൽ മതി. പുഹർ, നിങ്ങൾ അത് എവിടെയോ കേട്ടിട്ടുണ്ട്. പോം പുഹർ, പുഹർ. യു ക്യാൻ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്രിലിംസിലും മെയിൻസിലും ഒക്കെ എത്രത്തോളം ചോദ്യം എൻ സി ആർ ടി ബേസ് ചെയ്തിട്ട് ഹിസ്റ്ററി സെക്ഷനിൽ മാത്രം 2023-24 വന്നു എന്നുള്ളത് കണ്ടു. ഓക്കെ, ബാക്കിയും കൂടെ നമുക്ക് നോക്കാം. Then chiefs didn't collect regular tax. ഇതൊക്കെ ലൈക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. റെഗുലർ ടാക്സേഷൻ സിസ്റ്റം ചോളയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? നോ, ദർ വാസ്. ഓക്കെ, ഡെഫിനറ്റ്ലി ടാക്സ് കളക്ഷൻ ഉണ്ടായിരുന്നു, ബട്ട് ദിസ് വാസ് ലൈക്ക് കളക്റ്റഡ് ബൈ ദ രാജ. ദ ചീഫ് ഡിഡന്റ് കളക്ട് റെഗുലർ ടാക്സസ്. ഓക്കെ, അത്തരത്തിൽ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ദെൻ സംഘം പോയംസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം. സംഘം പോയംസിനെ നമ്മൾ 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അകം, അതുപോലെ തന്നെ പുറം. ഓക്കെ, ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ ആണ് സംഘം പോയംസിന് വരുന്നത്. അകം, അതുപോലെ തന്നെ പുറം. ഈ 2 ക്ലാസിഫിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 2024 ഒരു ചോദ്യം കാണിച്ചു തന്നു. ഈ സംഘം ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോള ഡൈനസ്റ്റീനെ ലൈക്ക് അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യം ഓൾറെഡി ഇപ്പൊ നമ്മൾ കണ്ടതേ ഉള്ളൂ. കുറച്ചു മുമ്പ് മെയിൻസ് എക്സാമിനേഷന്റെ ഒരു ചോദ്യം ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതേ ഉള്ളൂ. ഓക്കെ, ഈ ചോദ്യം റിമേർഡ് ഇൻ ദ പ്രൈഡ് ഓഫ് ദ ഹയസ്റ്റ് ത്രൂ ദി ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ഇത് സംഘം കാലഘട്ടത്തിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഈ അകം പുറം എന്ന് പറയുന്നത് 2 കാറ്റഗറി, അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലിറ്ററേച്ചറിന്റെ 2 ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ യു വിൽ സ്റ്റഡി ഇൻ ദ ഹിസ്റ്ററി. ഓക്കെ, സോ അത്രത്തോളം ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ മേജർ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ മൗര്യൻ ഡൈനസ്റ്റി ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് എമർജ് ചെയ്യുന്ന ഒരു മേജർ ഡൈനസ്റ്റിയാണ് സദ്വാഹനാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മൗര്യൻ ഡൈനസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് എമർജ് ചെയ്യുന്ന ഒരു മേജർ ഡൈനസ്റ്റിയാണ് സദ്വാഹന ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എമർജ്ഡ് ഇൻ ദ വെസ്റ്റേൺ ഇന്ത്യ. ഓക്കെ, സോ അതിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് ഗൗതമി പുത്ര ശ്രീ സദ്കരണി. ഓക്കെ, ഗൗതമി പുത്ര സദ്കരണി എന്ന് പറയും. ആൻഡ് ഹി വാസ് ദ ഫൗണ്ടർ. ഓക്കെ, then he is also known as like Lord of the Dakshina Pada. ഇതൊക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. ലോർഡ് ഓഫ് ദി ദക്ഷിണ പദ. ഇതൊക്കെ ഓരോ തവണ UPSC എക്സാമിനേഷന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസിൽ തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. അഗെയിൻ സിൽക്ക് റൂട്ട് ആൻഡ് കുഷാന. ഓക്കെ, കുഷാന ഡൈനസ്റ്റിയെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. കുഷാനാസ് ആൻഡ് ഷക്ക ഡൈനസ്റ്റി ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ പറയുന്ന സിൽക്ക് റോഡ് കൺട്രോൾസ് ലൈക്ക് സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ സിൽക്ക് റോഡ് കൺട്രോൾ ചെയ്തിരുന്ന ഒരു ഡൈനസ്റ്റി ആയിരുന്നു കുഷാന ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ കുഷാന ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയില് ലൈക്ക് വൺ ഓഫ് ദി പ്യൂറസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ലൈക്ക് ലാർജ് സ്കെയിലിൽ ഗോൾഡ് കോയിൻ ഇഷ്യൂ ചെയ്ത ഒരു ഡൈനസ്റ്റി എന്ന് പറയുന്നതും കുഷാന ഡൈനസ്റ്റിയാണ്. ഈ ഒരു ഇൻഫർമേഷനും അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ കുഷാന ഡൈനസ്റ്റിയുടെ ഈ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻഫർമേഷനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ഐ വിൽ ഷോ ഇറ്റ്. ഓക്കെ, അതായത് ടാറ്റയുടെ ഒരു റീറ്റെയിൽ കമ്പനി ഉണ്ട്. ഓക്കെ, ഈ ഗോൾഡ് ടാറ്റയുടെ ഒരു റീറ്റെയിൽ ബ്രാൻഡാണ് തനിഷ്ക്. തനിഷ്ക് എന്ന് പറയുന്നത് പല സമയത്തും ഒരുപാട് കോൺട്രവേഴ്സിയിലൊക്കെ വന്നിട്ടുള്ള ലൈക്ക് ഒരു ബ്രാൻഡാണ് തനിഷ്ക്. തനിഷ്കിന്റെ പരസ്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കോൺട്രവേഴ്സിയിലൊക്കെ വന്നത് എന്നുള്ളത്. നമ്മൾ സാധാരണ ഈ കല്യാണത്തിന്റെ ആഡുകളിലൊക്കെ കാണാറുള്ളത് സ്ത്രീയും പുരുഷനാണ്. പക്ഷെ അതല്ലാതെ ലൈക്ക് സ്ത്രീയും തമ്മിലുള്ള കല്യാണമൊക്കെ ആദ്യമായിട്ട് കാണിച്ചത്, അതുപോലെ ലൈക്ക് മുസ്ലിം സ്ത്രീയും അതുപോലെ ലൈക്ക് ഹിന്ദു ലൈക്ക് പുരുഷനായിട്ടുള്ള കല്യാണം, അതുപോലെ തിരിച്ച്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള
ഡിഫറെന്റ് ആയിട്ടുള്ള ആഡുകൾ കൊണ്ടുവന്നത് കാരണം ഒരുപാട് തവണ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ടാറ്റയുടെ ബ്രാൻഡ്, ഗോൾഡ് ബ്രാൻഡാണ് തനിഷ്ക്. ഓക്കെ, അപ്പം ഈ ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കനിഷ്ക, ഓക്കെ, കനിഷ്ക, ഈ കനിഷ്കയിലെ കെ മാറ്റിയിട്ട് ടാറ്റയുടെ ടി കൊണ്ടുവന്നിട്ടാണ് തനിഷ്ക് എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, യു ക്യാൻ സീ ദിസ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു കനിഷ്കയുടെ ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് മാറ്റിയിട്ട് ഈ പറയുന്ന തനിഷ്ക് എന്ന് പറയുന്ന പേര് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി കനിഷ്കയുടെ ഡൈനാസ്റ്റി ഏതാന്നുള്ള ചോദ്യം നിങ്ങൾക്ക് അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദി കുഷാന ഡൈനസ്റ്റി. ഓക്കെ, കുഷാന ഇസ് കണക്റ്റഡ് ടു Kanishka. Kanishka is directly connected to Tanishq, and all these are connected by gold. ഓക്കെ, സോ ഈ ഒരു ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾ മറക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പം എല്ലാ കാര്യവും നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. ഇനി നിങ്ങളോട് കനിഷ്ക ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വോണ്ട് ലൈക്ക് ഫോർഗെറ്റ് ഇറ്റ്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് തനിഷ്കിന്റെ പരസ്യം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾ ഡൺ. നിങ്ങൾ പിന്നെ ഒരിക്കലും മറക്കില്ല. ഓക്കെ, ഇപ്പൊ ടാറ്റ, തനിഷ്ക്, അവരുടെ ആഡ്, കനിഷ്ക, കുഷാൻ, എവറിത്തിങ് ഇസ് കണക്റ്റഡ്. സിൽക്ക് റോഡ്, ഗോൾഡ്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടത്. ഓക്കെ, സോ ആസ് യു ക്യാൻ സി ശ്രേണി ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. സോ ഹയസ്റ്റ് പ്രോബിലിറ്റി ശ്രേണി എന്താന്നുള്ള രൂപത്തിലേക്കുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കാരണം ഗിൽഡ് എന്താന്നുള്ളത് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ചാപ്റ്റേഴ്സും നിങ്ങൾ റീഡ് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ മേജറായിട്ട് കവർ ചെയ്തിട്ടുള്ളത് രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. അതായത് 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്റേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ പ്രോപ്പർ ആയിട്ട് ഈ രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, അതിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കാനും ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് ഓരോ ഏരിയയിലും ഞാൻ പറഞ്ഞിട്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക, അനലൈസ് ചെയ്യുക, മെയിൻസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കൂടെ നോക്കുക. ഓക്കെ, ഓരോ ഏരിയയിലും ഞാൻ എവിടേക്കാണ് മെയിൻസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെയിൻസ് ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും കൂടെ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ചാപ്റ്റർ റീഡ് ചെയ്ത ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് അത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, ലൈക്ക് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, പിന്നെ ലൈക്ക് ഇതുപോലത്തെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് സെറ്റിൽമെന്റ്സിനായിരിക്കും ഇടും. അപ്പൊ അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതാണ്. അതിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ളത് 2 ചാപ്റ്റേഴ്സ് ആണ്, 9, 10 ചാപ്റ്റേഴ്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നാളെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഈ പറയുന്ന 6th to 10th NCERT കവർ ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ 30 to 40% സിലബസ് UPSCയുടെ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതോട് കൂടിയിട്ട് ഈ NCERT സെക്ഷൻ നമുക്ക് അങ്ങ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടെസ്റ്റ് സീരീസ് പ്ലസ് ലൈക്ക് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ടെസ്റ്റ് സീരീസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് പിന്നെ റെഗുലർ ആയിട്ട് പ്രിലിംസ് ആൻഡ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കുന്നതാണ്. അതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ബേസിക് കണ്ടന്റ് ഉണ്ടായിരിക്കും. ഇത്രത്തോളം കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇതോടെ കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് ടെസ്റ്റ് സീരീസ് നമ്മൾ ആരംഭിക്കുന്നതായിരിക്കും. അതൊരു ജൂൺ ഹാഫ് ആകുന്നതോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ലൈക്ക് ബൈ എൻഡ് ഓഫ് ലൈക്ക് ഓർ ദ ഫസ്റ്റ് ഓഫ് ദ ജൂലൈ നമുക്ക് ടെസ്റ്റ് സീരീസ് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ് നമ്മൾ ജനുവരി മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മൊത്തം സബ്ജക്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നെക്സ്റ്റ് സൈക്കിൾ ഓഫ് ടെസ്റ്റ് സീരീസ് വരും. അതിന് മുമ്പത്തെ ടെസ്റ്റ് സീരീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് ജൂലൈ 1st മുതലെങ്കിലും മസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇപ്പൊ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ജൂൺ ഹാഫ് മുതലാണ്. ഓക്കെ, സോ ഇപ്പോഴത്തെ ഇതേ ഒരു പേസിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജൂൺ ഹാഫ് മുതൽ തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻ ആണ് ഇന്ന് നിങ്ങൾക്കുള്ളത്. ഈ 2 ചാപ്റ്റേഴ്സ് നന്നായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, സോ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. എല്ലാ ദിവസവും ഈ സമയത്ത് ക്ലാസ് ആക്കാൻ പറ്റുമോ? 4:30 to 6 ആണോ? അതെ സാർ, ഉച്ച സമയത്താവുമ്പോ എനിക്ക് കയറാൻ പറ്റാറില്ല. ഓക്കെ, എന്നാൽ നമുക്ക് വൈകുന്നേരം ആക്കാം. സുമയ്യൊക്കെ ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ നമുക്ക് വൈകുന്നേരം തന്നെ ആക്കാം, കുഴപ്പമില്ല. രാവിലത്തെ സമയം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ലൈക്ക് കഴിഞ്ഞ ദിവസം എടുത്ത ചാപ്റ്റർ നോക്കുകയും വേണം. ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്ററും ഈ പോസിബിൾ ആണ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, സോ
NCERT Okay, sir. ലൈക്ക് ചെറുതാണെങ്കിലും നിങ്ങൾക്കത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരിക്കണം എന്നില്ല എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് NCERT എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ NCERT എന്ത് ചെയ്യുക, പഠിക്കുക. മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾ റീഡ് ചെയ്യണം. ഒരു തവണ റീഡ് ചെയ്താൽ പോരാ. ഇപ്പോഴേ നിങ്ങൾ NCERT പഠിക്കുള്ളൂ, ഇനി നിങ്ങൾ NCERT പഠിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് സമയം എടുത്ത് നന്നായിട്ട് വായിച്ച് നോട്ട് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു. Okay.